ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രോഹിത്തിനെയും ശ്യാമയും ഉപേന്ദ്രനും സുസ്മിതയും ചേർന്ന് കുറേ ഗുണ്ടകളെ വെച്ച് അവരെ റൂമിൽ തടവിലാക്കി വെച്ചിരിക്കുവാണ്. രോഹിത്തിനോട് ഉപേന്ദ്രനും സുസ്മിതയും പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്ന ഡോക്യുമെൻറ്റ്സിൽ നീ ഒപ്പിട്ട് തരണം, എന്ത് വന്നാലും ഞാൻ ഒപ്പിട്ട് തരില്ലെന്ന് രോഹിത്ത് പറഞ്ഞതനുസരിച്ച് ആ ഗുണ്ടകളുടെ അടുത്ത് രോഹിത്തിനെയും ശ്യാമയെ ഏൽപ്പിച്ചിട്ട് ഉപേന്ദ്രനും സുസ്മിതയും പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരുടെ പുറത്ത് പോയി രജിസ്ട്രാറേയും കൊണ്ടാണ് വരുന്നത്. ഉപേന്ദ്രൻ അദ്ദേഹത്തോട് പറയുന്നത്, ദാണ്ട ഇതാണ് പുരയിടം, എന്നാലേ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്തണം, എനിക്ക് ചെന്നിട്ട് കാര്യങ്ങൾ ഒരുപാടുള്ളതാണ്, അതിന് നമ്മളെല്ലാം എഴുതി തയ്യാറാക്കിക്കൊണ്ടല്ലേ വന്നിരിക്കുന്നത്, ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിടുന്നു, എന്നിട്ട് നമുക്ക് ഇതേ വണ്ടിയിൽ തന്നെ തിരിച്ചു പോകുന്നു. നിങ്ങൾ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, പിന്നല്ലേ തിരക്കുള്ള സാറിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഒപ്പിക്കുന്നത്, എന്നാൽ സാർ അകത്തോട്ട് വരൂ എന്നും പറഞ്ഞ് അവർ 3 പേരോട് അകത്തോട്ട് വരുവാണ്. അതിനകത്ത് വന്ന് കയറിയപ്പോഴേ ആ രജിസ്ട്രാർക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ഗുണ്ടകളെപ്പോലുള്ള ആൾക്കാരാണല്ലോ നിൽക്കുന്നത്, അവരെ വിളിച്ചോണ്ട് വാ എന്ന് ഉപേന്ദ്രൻ പറയുമ്പോൾ ഉപേന്ദ്രൻ്റെ ഗുണ്ടകളിലെ ആ സ്ത്രീ ശ്യാമയും ഇങ്ങനെ പിടിച്ച് വലിച്ചോണ്ട് വരുവാണ്. ശ്യാമയാണെങ്കിൽ എന്നെ വിടെന്നിങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഗുണ്ടകളെ രോഹിത്തിനെയും പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഉപേന്ദ്രൻ പറയാം, ദേ നോക്ക്, സാറിനാണെങ്കിൽ ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്, ഞങ്ങൾക്കും ഒരുപാട് തിരക്കുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ നീക്കിയാൽ അതെല്ലാവർക്കും നല്ലതാണ്. അത് പറയുമ്പോൾ ശ്യാമ പറയുക, രോഹിത്തെ ഒരു കാരണവശാലും എഴുതി കൊടുക്കരുത്, ഇനി ഇതിൻ്റെ പേരിൽ നമ്മൾ ചാകേണ്ടി വന്നാലും വേണ്ട ഇത് ഇവർക്ക് എഴുതി കൊടുക്കരുത്. ശ്യാമ ഇങ്ങനെ പറയുന്ന കേട്ടോണ്ട് സുസ്മിത പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്ന് ശ്യാമയുടെ കർണക്കുറ്റിക്കൊരു ഒറ്റടി. രോഹിത്ത് തടയാൻ ശ്രമിക്കുമ്പോൾ മാറി നിൽക്കടാ അങ്ങോട്ട്, എടി ഇത് പറയാൻ നിനക്ക് എന്താ അധികാരമടിയുള്ളത്, ഇത് ഞങ്ങളും നിൻ്റെ ഭർത്താവും തമ്മിലുള്ള ഡീലാണ്, അതുകൊണ്ട് നിനക്കൂടെ പറയാൻ യാതൊരു വോയിസുമില്ല, പിടിച്ച് മാറ്റടാ ഇവളെ അങ്ങോട്ട്. അവൻ പറയട്ടെ, എഴുതി വാങ്ങിച്ചവൻ പറയട്ടെ. എടാ രോഹിത്തെ എന്നും പറഞ്ഞ് ഉപേന്ദ്രൻ ചാടി എണീറ്റ് വരുവാണ്. വെറുതെ പെണ്ണിൻ്റെ വാക്കും കേട്ട് പണി വാങ്ങിച്ച് കൂട്ടല്ലേടാ നീ, നിൻ്റെ പേരിലോട്ട് ഇത് എഴുതിച്ച് തരുമ്പോൾ നമ്മൾ തമ്മിലുള്ളൊരു വാക്കുണ്ടായിരുന്നു, എപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടാലും നീ എനിക്ക് തിരിച്ചെഴുതി തരാമെന്നുള്ളൊരു വാക്ക്, ആ വാക്കായിരുന്നു ഉറപ്പ്, എന്നാൽ ആ ഉറപ്പേ നീ വെറും കരിയില പറത്തി കളഞ്ഞ പോലെ കളയുമല്ലായിരുന്നു. രോഹിത്ത് പറയുക, നിങ്ങൾ രണ്ടാളും കൂടി ഇത് എൻ്റെ പേരിലോട്ട് എഴുതി വെച്ചതേ എനിക്ക് പുണ്യം കിട്ടാനൊന്നും അല്ലല്ലോ, നിങ്ങളിവിടെ നടത്തുന്ന കള്ളുകച്ചവടത്തിനെ എന്തെങ്കിലും കുഴപ്പം വന്നാൽ അകത്തു പോയി കിടക്കാൻ ഒരാൾ വേണമായിരുന്നല്ലോ, നടത്തിപ്പുകാരനെന്ന നിലയിൽ എന്നെ ജയിലിൽ കയറ്റാൻ ഒരേ ഒരു വഴി, അതിനുവേണ്ടി മാത്രമാണ് ഇത് നിങ്ങൾ എൻ്റെ പേരിലോട്ടാക്കിയത്. അത്രയും റിസ്കിൽ ഞാനിത് കാത്തു സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു റിസ്ക്കുമില്ലാതെ ഞാൻ നിങ്ങൾക്കിത് എഴുതി തരണമെന്നോ? എൻ്റെ ശരീരത്തിൽ ജീവൻ്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചെഴുതി തരാൻ പറ്റില്ല. എന്ത് പറഞ്ഞടാ നീ എന്നും പറഞ്ഞു ഉപേന്ദ്രൻ അവനെ അടിക്കുവാണ്. അത് കണ്ടുകൊണ്ട് രജിസ്റ്റർ ചാടി എണീറ്റ്, മിസ്റ്റർ ഉപേന്ദ്രൻ നിങ്ങൾ എന്തുവായി കാണിക്കുന്നത്? എൻ്റെ പൊന്ന് സാറേ, സാർ അവിടെ 2 മിനിറ്റ് മൊബൈലിൽ പാട്ട് കേട്ട് അവിടെ ഇരുന്നോളൂ, ഒരു 2 മിനിറ്റ്, അതിനുള്ളിൽ ഇവനെ കൊണ്ട് ഒപ്പിടിക്കാൻ പറ്റുമോയെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഉപേന്ദ്രൻ്റെ ഗുണ്ടയോട് അവൻ പറയുന്നു, എടാ അവൻ്റെ നട്ടെല്ലാം നോക്കി ഒന്ന് കൊടുക്കടാ. അപ്പോഴേ അവനേതോ ഒരു പത്തല് കൊടുത്തോണ്ട് വരുന്നുണ്ട്. ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുന്നു, അടിക്കല്ലേ, രോഹിത്തിനെ ഒന്നും ചെയ്യല്ലേ. രജിസ്ട്രാർക്കാകെ പേടിയായി, ഇനി കൊലക്കുറ്റത്തിന് താനും കൂട്ടുനിന്ന പോലെ ആയിപ്പോവോ എന്നുള്ള പേടി വെച്ചിട്ട് പറയുന്നു, മിസ്റ്റർ ഉപേന്ദ്രൻ നിങ്ങൾ എന്താ ചെയ്യാൻ പോവാ, ഇയാളെ തല്ലിക്കൊല്ലാൻ പോവാണോ? എൻ്റെ സാറേ, നട്ടെല്ല് തകർന്ന് ഇന്ന് വരെ ആരും മരിച്ചിട്ടില്ല, തളർന്ന് കിടക്കത്തേ ഉള്ളൂ, ഇവൻ അങ്ങനെ തളർന്ന് തന്നെ കിടക്കട്ടെ. ഇവൻ്റെ ഗതി അങ്ങനെ തളർന്ന് കിടക്കാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവൻ അങ്ങനെ തളർന്ന് തന്നെ കിടക്കട്ടെ സാറേ. പറയടാ, എഴുതി ഒപ്പിട്ട് തരാമെന്ന് പറയടാ. അത് കേട്ടിട്ട് രോഹിത്ത്, ഇല്ലടാ ഞാൻ എഴുതി ഒപ്പിട്ട് തരത്തില്ലടാ, നീ എന്നെ കൊല്ലത്തില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, പിന്നെ നിൻ്റെ ലക്ഷ്യം നീ എന്നെ ശാരീരികമായും മാനസികമായും തളർത്തുക, അതിനുവേണ്ടി നീ എന്തൊക്കെ കാണിക്കാവോ അതൊക്കെ അങ്ങ് കാണിച്ചേരെ, എന്തും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാ. ആഹാ അത്രയ്ക്കായോടാ നീ എന്നും പറഞ്ഞ് വീണ്ടും ഉപേന്ദ്രൻ രോഹിത്തിനെ അടിക്കുകയാണ്. ശ്യാമ അയ്യോ രോഹിത്തേ എന്നും പറഞ്ഞ് കരയുവാണ് കിടന്ന്. സുസ്മിത എന്നിട്ട് ശ്യാമയോട് പറയാം, എടി നിൻ്റെ കെട്ടിയവനോട് പറയടി എഴുതി ഒപ്പിട്ട് തരാൻ. ഇല്ല, പറയില്ല, ഞങ്ങളുടെ ഒരു തരി മണ്ണ് നിനക്ക് തരത്തില്ലിനി, അത്രയ്ക്കായോടി നീ മര്യാദയ്ക്ക് എഴുതി ഒപ്പിട്ട് തരാൻ പറയടി, നിന്നെ കൊല്ലുവാടി നിന്നെ എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ശ്യാമയുടെ കഴുത്തിനൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് രജിസ്ട്രാർ ഭയന്നു പോയെന്ന് തോന്നുന്നു. നിർത്ത്, നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? ഇവരാരെങ്കിലും ഇവിടെ കിടന്ന് ചത്തുപോയാലേ നിങ്ങളെല്ലാവരും ഇതിന് സമാധാനം പറയേണ്ടി വരും. ഇങ്ങനെ ബഹളം വെച്ചുള്ള പരിപാടിയാണെങ്കിലേ എനിക്കിതിനൊന്നും കൂട്ടു നിൽക്കാനാവില്ല, ഞാൻ പോവുക എന്നും പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ ഉപേന്ദ്രൻ്റെ ഗുണ്ട ഒരുത്തം വന്ന് തടയുന്നുണ്ട്. മാറി നിൽക്കടാ അങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് ആ രജിസ്ട്രാർ അങ്ങ് പോവുകയാണ്.
സുസ്മിത ഉപേന്ദ്രനോട് ചോദിക്കുന്നു, അയ്യോ അയാൾ ഉടക്കിയാണോ പോയിരിക്കുന്നത്? അതൊന്നുമല്ല, അയാളെ ഇനിയും കൊണ്ടുവരാം. അപ്പോഴേക്ക് ഇവനെ ഒപ്പിടാൻ തയ്യാറാക്കി നിർത്തിയേക്കണം. എടാ, ഞാൻ അയാളെ വീണ്ടും വിളിച്ചോണ്ട് വരും, അപ്പോൾ നീ ഒപ്പിടാൻ തയ്യാറായിക്കണം. എന്നിട്ട് ശ്യാമയെ നോക്കി കാണിക്കുന്നു, ദേ കണ്ടില്ലേ, അല്ലെങ്കിൽ ഏതാണ്ട് ഇവർക്കിടയിലോട്ട് ഞാൻ അവളെ അങ്ങ് ഇട്ടുകൊടുക്കും. അത് കണ്ടോണ്ട് രോഹിത്ത് പറയുന്നുണ്ട്, അയ്യോ അവളെ ഒന്നും ചെയ്യരുത്, വിട് എന്ന് പറയുന്നു. എടാ, നീ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ അവളെ അവർ പലതും ചെയ്യും. ഭാര്യയുടെ മാനം കാത്തു സൂക്ഷിക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന നീ അനുസരിച്ചോണം. രോഹിത് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും അങ്ങ് പൊട്ടിച്ചിരിക്കുവാണ്. അങ്ങനെ വഴിക്ക് വാടാ, ഞങ്ങൾ പറയുന്ന നീ അനുസരിച്ചോണം. സുസ്മിതയോട് ഉപേന്ദ്രൻ പറയുന്നു, അയാളെ ഞാൻ ഒരിക്കൽ കൂടി പോയി പൊക്കിക്കൊണ്ട് വരാം. അപ്പോഴത്തേക്ക് ഇവനെ എല്ലാം റെഡിയാക്കി വെച്ചേക്കണം. കാണിക്കുന്നിടത്തെല്ലാം ഇവൻ ഒപ്പിട്ടേക്കണം, കേട്ടല്ലോ? ഇന്നത്തോടെ നമ്മൾ ഈ കേസിന് ഫുൾ സ്റ്റോപ്പ് ഇടും. ഇവനല്ല, ഇവൻ്റെ അപ്പുറത്തവനെ കൊണ്ട് ഞാൻ ഒപ്പിടിക്കും. ഇതേ ഉപേന്ദ്രനാ ഒരു പാപ ഉപദ്രവകാരി. ഈ സമയം ശാലിനി ഒരു മെൻ്റൽ ഹെൽത്ത് സെൻ്ററിൽ മീറ്റിങ്ങിന് വന്നിരിക്കുവാണ്. അവിടുത്തെ പ്രവർത്തകരാണെന്ന് തോന്നുന്നു. അവർ ശാലിനിയെക്കുറിച്ച് പുകഴ്ത്തിയൊക്കെ പറയുന്നുണ്ട്. മേഡം ഞങ്ങൾക്കൊരു പ്രചോദനമായി എന്നും ഞങ്ങൾക്ക് മുന്നിൽ തന്നെ ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മുഴുഭ്രാന്തിമാരായി അലമുറയിട്ട് കരയുന്ന നമ്മൾ കണ്ട പെൺകുട്ടികളിൽ അധിക പേരും മയക്കുമരുന്നിന് അടിമപ്പെട്ട് മാനസിക നില തകർന്നവരാ എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അവരെയൊക്കെ ഇവിടെ എത്തിച്ചത് ഒരുപക്ഷെ അവരുടെ കുടുംബങ്ങളിലെ കലഹങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യം ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത് ഇവർക്കല്ലല്ലോ, ഇവരുടെ കുടുംബത്തിൽ നിന്നല്ലയോ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവരുടെ കൗൺസിലിംഗ് തുടങ്ങേണ്ടത് അവരുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണെന്ന്. ആദ്യം നന്നാക്കേണ്ടതും അവരെ തന്നെയാണ്. ഓക്കെ മേഡം, ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മേഡത്തെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കും. ശാലിനി അപ്പം പറയുന്നു, അയ്യോ എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഇതൊക്കെ എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്. ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് പുതിയ തലമുറ എത്തിപ്പെടരുത്. അങ്ങനെ എത്തിപ്പെട്ടു പോയാൽ പിന്നെ സമൂഹം കാണുന്നത് അവരെ ഒരൊറ്റ കണ്ണുകൊണ്ട് മാത്രമായിരിക്കും. ഇതിനെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായിരിക്കണം നിങ്ങളുടെ ഇനി പ്രവർത്തനമൊക്കെ. അങ്ങനെയൊക്കെ ശാലിനി അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാമ ശാലിനിയെ വിളിക്കുന്നുണ്ട്. പറ ശ്യാമ, എന്താ? കുഞ്ഞേച്ചി, ഞങ്ങളിപ്പോൾ ഇവിടെ വീട്ടുതടങ്കലായതുപോലാണ് നിൽക്കുന്നത്. ഉപേന്ദ്രനും സുസ്മിതയും കൂടെ ചേർന്ന് ഞങ്ങളെ നോക്കാൻ ഗുണ്ടകളെ നിർത്തിയിരിക്കുക. ശ്യാമ, നീ എന്തൊക്കെയായി പറയുന്നത്? കുഞ്ഞേച്ചി ഇതിന് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. ഒന്ന് ഫോൺ ചെയ്യാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല. രോഹിത്തിനെ അവർ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. അവരോടൊപ്പം നടന്ന് നമ്മുടെ കുടുംബത്തെ ഒരുപാട് ദ്രോഹിച്ചതിന് പകരം കിട്ടുന്നത് അതൊക്കെ എന്ന് ശാലിനി പറയുവാണ്. എന്തായാലും സ്വത്തെഴുതി കൊടുക്കണമെന്നും പറഞ്ഞല്ലേ അവരിതൊക്കെ ചെയ്യുന്നത്. അതെന്താ വേണ്ടതെന്ന് നമുക്ക് ഉടനെ ചെയ്യാം. എന്തായാലും തൽക്കാലം എടുത്തിയാടി ഒന്നും ചെയ്യരുത്. ഇതിനെന്താ വേണ്ടതെന്ന് ശരിക്കും ഞാനൊന്ന് ആലോചിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്യാം. അങ്ങനെ ശാലിനി ശ്യാമയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭ്രാന്തിയെപ്പോലെ ഒരു പെണ്ണ് ഓടി വരുന്നു. ഓടരുത് അവിടെ നിൽക്കാൻ. അവൾ കരഞ്ഞുകൊണ്ട് ഓടുവാണ്. ശാലിനി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ശാലിനി അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. ശാലിനിയുടെ ചേച്ചി ശാരിയാണത്. ചേച്ചിയെ ആ ഒരു നിലയെ കണ്ടതും ശാലിനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശാലിനി ഓടുവാണ്, ചേച്ചി എന്താ ഇത്? അങ്ങനെ ശാലിനിയെ കണ്ടതും മോളെ എന്നും പറഞ്ഞ് ശാലിനിയെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. മോളെ, എനിക്ക് ഭ്രാന്തില്ല, ഇവർ വെറുതെ പറയുവാണ്. എന്നെ ഇവരുടെ കയ്യിൽ മോളെ വിട്ടുകൊടുക്കല്ലേ എന്നും പറഞ്ഞ് കരയുവാണ്. എന്നെ ഇവിടുന്ന് രക്ഷിക്കും മോളെ, രക്ഷിക്ക് എന്നൊക്കെ പറഞ്ഞ് അലറി കരയുവാണ്. ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ശാരിയെ പിടിച്ച് വലിക്കുന്നുണ്ട്. ശാലിനി പറയും, നിർത്ത്, നിൽക്കവിടെ. അപ്പോഴങ്ങോട്ട് ശാരിയുടെ അമ്മായിയമ്മയും അമ്മായിയപ്പനോട് അങ്ങോട്ട് വരുന്നുണ്ട്. വിടരുതവളെ, പിടിക്ക്. അവർ ശാലിനിയെ കണ്ടതും ഒരു വല്ലാത്ത നോട്ടത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നെ ഇവർക്ക് വിട്ടുകൊടുക്കല്ലേ മോളെ, എനിക്ക് ഭ്രാന്തില്ല മോളെ, ഇവർ ചുമ്മാതെ പറയുക, എന്നെ വിട്ടുകൊടുക്കല്ലേ മോളെ. ഇത് തന്നെ പറഞ്ഞ് ശാരി കരയുവാണ്. ശാലിനിക്കാന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ചേച്ചി എന്നല്ലാതെ ഒരു വാക്ക് പോലും ശാലിനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ശാരിയുടെ അമ്മായിയമ്മ പറയുന്നുണ്ട്, ഇവളെ എന്തിനാണോ ഇപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്, നാശം. എൻ്റെ ചേച്ചി കരയല്ലേ, എൻ്റെ ചേച്ചി ആരും ഒന്നും ചെയ്യില്ല, ചേച്ചി കരയല്ലേ എന്നും പറഞ്ഞ് ശാലിനി സമാധാനിപ്പിക്കുവാണ് ശാരിയെ. ശാരിയുടെ അമ്മായിയമ്മ അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, ആര് പറഞ്ഞ് ഇവക്ക് ഭ്രാന്തില്ലെന്ന്? ചേച്ചിക്ക് ഭ്രാന്ത് തുടങ്ങിയിട്ട് കുറേ കാലമായി. ഈ അടുത്ത കാലത്ത് എല്ലാവരെയും ആക്രമിക്കുന്ന കണ്ടപ്പോഴാണ് കൊണ്ടുവരാമെന്ന് വെച്ചത്. എൻ്റെ മോൻ സ്ഥലത്തില്ല. ഇവിടെ ചവിട്ടും തൊഴിയും തുള്ളലും ഒന്നും കണ്ടു നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ദേ നോക്ക്, എൻ്റെ കയ്യിലോട്ട് എൻ്റെ കൈ മുഴുക്കെ കടിച്ചു വെച്ചിരിക്കുന്ന കണ്ടോ? രാജീവ് USA വരുന്നതിന് മുമ്പേ എനിക്ക് ഇവളുടെ ഭ്രാന്ത് മാറ്റിയെടുക്കണം. ആ സ്ത്രീയുടെ കള്ളത്തരം മനസ്സിലാക്കിക്കൊണ്ട് ശാലിനി പറയാ, എന്തായാലും ഇപ്പം ഞാനുണ്ടല്ലോ, ചേച്ചിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതുവരെ നിങ്ങൾ ഒരുപാടങ്ങ് സഹിച്ചു എന്നല്ലേ പറഞ്ഞത്? ഇനി ഞാൻ കുറേ നാളൊന്ന് സഹിക്കട്ടെ. ഇവൾക്ക് ഭ്രാന്താ. ഇപ്പം ചികിത്സ കിട്ടിയാൽ ചിലപ്പോൾ ശരിയായെന്ന് വരും എന്ന് അയാൾ പറയുന്നുണ്ട്.
എന്തായാലും ഇതിവിടം വരെ കൊണ്ട് എത്തിച്ചതിന് രണ്ടുപേരോടും ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ ശാലിനി കളിയാക്കി പറയുവാണ്. പിന്നെ രണ്ടുപേരും ഇവിടുന്ന് ഇപ്പോൾ പോകരുത്, ഞാൻ ചേച്ചിയോട് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയട്ടെ. അനു ശാലിനിയോട് ചോദിക്കുന്നു, മേഡം ഇതാരാ? ഇതെൻ്റെ ചേച്ചിയാണ്, ശാരദാമ്മയുടെ മൂത്ത മകൾ ശാരിക. വാ ചേച്ചി എന്നും പറഞ്ഞ് ശാലിനി ശാരിയെ വിളിച്ചുകൊണ്ട് പോയി എന്തൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയോ. മോളെ, കാര്യങ്ങളൊക്കെ ശാലിനി അറിഞ്ഞു കഴിഞ്ഞെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ അമ്മായിയമ്മയും അമ്മായിയച്ഛനും വല്ലാതെ ദേഷ്യത്തിലിങ്ങനെ നോക്കി നിൽക്കുവാണ്. സത്യാമ്മയുടെ വീട്ടിൽ സാബു വർഗീസ് സാർ ഇങ്ങനെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് രാഘവേട്ടനോട്. ആ സമയത്ത് വിഷ്ണു ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് വരുന്നുണ്ട്. രാഘവേട്ടൻ പറയുന്നു, എടാ നീ എന്താ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വന്നേ, നിനക്ക് മനസ്സിലായോ ഇയാളിനെ? വിഷ്ണുവിന് പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. എടാ അന്ന് പാചക മത്സരം നടത്തിയില്ലയോ, അവിടെ വെച്ച് നീ കണ്ടായിരുന്നോ? ഈ സാബു വർഗീസ് സാറിൻ്റെ ആ പാചക മത്സരം അന്ന് അവിടെ നടത്തിയത്. വിഷ്ണു പറയുന്നുണ്ട്, ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു, എന്നാൽ പെട്ടെന്നൊരാവശ്യം വന്നപ്പോൾ ഞാനിങ്ങ് പോരുകയും ചെയ്തു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ സാറിനെ കാണാതിരുന്നത്. അതെ, KPT ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് ഞാൻ. ഓരോ വർഷവും ഗവൺമെൻറ്റിൻ്റെ ഓരോരോ പരിപാടികളുണ്ടാകും. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതും അങ്ങനെ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ സത്യാമ്മ ചായ കൊണ്ടൊന്ന് സാബു വർഗീസിന് കൊടുക്കുന്നുണ്ട്. ഏലക്കയിട്ട ചായ കുടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ദൈവം സഹായിച്ച് എന്തും കഴിക്കാനുള്ള അനുഗ്രഹമുണ്ട്, ശുദ്ധമായിരിക്കണമെന്ന് മാത്രം. ചായ കുടിച്ചിട്ട് അയാൾ പറയുന്നുണ്ട്, ആഹാ ചായ തകർത്തു. എനിക്കൊരു കാര്യമുണ്ട്, ഭക്ഷണമായാലും എന്തുമായാലും നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയണം. ഇനി ഞാൻ വന്ന കാര്യം പറയാം. ഗവൺമെൻറ്റിൻ്റെ കുറച്ച് ഓർഡറുണ്ട്. ഈ ടൂറിസമായി ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്. കുറച്ച് വലിയ പ്രോജക്റ്റാണ്. 3-4 യൂണിറ്റായി ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. ഒരു യൂണിറ്റിനെ ചുമതല സത്യാമ്മ ഏറ്റെടുക്കണമെന്ന് പറയാൻ കൂടിയാണ് ഞാനിങ്ങോട്ട് വന്നത്. എനിക്കറിയാവുന്ന കുറേ ആൾക്കാർക്ക് ഈ ചുമതലകളൊക്കെ കുറേശ്ശെ ഏൽപ്പിച്ചാൽ അത്രയധികം ടെൻഷൻ ഞാൻ എടുക്കേണ്ടി വരില്ലല്ലോ. സത്യാമ്മ എന്ത് പറയുന്നു? ഇങ്ങനൊരു പ്രോഗ്രാം വന്നപ്പോൾ എന്നെയും എൻ്റെ സഹപ്രവർത്തകരെയും പങ്കെടുപ്പിക്കണമെന്നൊരാഗ്രഹം തോന്നിയത് തന്നെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. എന്നാലും അത്രയും വലിയ പരിപാടിക്കൊന്നും എന്നെക്കൊണ്ട് പാചകം ഒരുക്കാൻ പറ്റില്ല സാറേ. എന്നെക്കൊണ്ടതൊന്നും നടക്കില്ല സാറേ. കേരളത്തിലെ ഫുഡ് ഫെസ്റ്റിവലിൽ ഫസ്റ്റ് കിട്ടിയ ആൾക്കാണോ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതെ, മറ്റുള്ളവരിങ്ങനൊരു അവസരം കിട്ടാൻ കാത്തിരിക്കുക. സത്യാമ്മ ഉടനെ വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് പറയാ, ഞാൻ അതിൽ വിജയിച്ചതല്ല, എനിക്ക് വേണ്ടി ഒരാൾ തോറ്റു തന്നതാണ്. രാഘവേട്ടനും വിഷ്ണുവിനും ഇത് നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. വിജയസാധ്യതയുള്ള ഒരാൾ എൻ്റെ ആവശ്യം മനസ്സിലാക്കി മനഃപൂർവ്വം എനിക്ക് തോറ്റു തന്നതാണ്. എൻ്റെ രാഘവേട്ടൻ്റെ ചികിത്സയ്ക്കായി കുറച്ച് പണം ആവശ്യമായിരുന്നു. ആ പൈസ അങ്ങനെ എനിക്ക് കിട്ടാൻ വേണ്ടി കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദ എന്നെ മനഃപൂർവ്വം ജയിപ്പിച്ചതാണ്. അങ്ങനെ മറ്റൊരാൾ ത്യാഗം ചെയ്തു തന്ന വിജയവുമായി ഇങ്ങനൊരു വലിയ പരിപാടി ഏറ്റെടുക്കാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറല്ല. രാഘവേട്ടനും വിഷ്ണുവിനും വിശ്വസിക്കാൻ കഴിയുന്നില്ല സത്യാമ്മയുടെ മാറ്റം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സത്യാമ്മയുടെ ഈഗോയും അഹങ്കാരവും എല്ലാം മാറി സത്യാമ്മ ഇപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു നല്ല സ്വഭാവത്തിന് ഉടമയായി മാറിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സത്യാമ്മ ചെയ്യാൻ പോകുന്നതെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.